മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ DB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മെമ്മറി സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഏഷ്യയിൽ താഴെ വന്നിരിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളുടെ പെർഫോമൻസ് ഇന്നലെ നോക്കുകയാണെങ്കിൽ ആപ്പിള്, അതുപോലെ തന്നെ ആൽഫബറ്റ്, മൈക്രോസോഫ്റ്റ്, ഈ 3 കമ്പനികളാണ് ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റ് കമ്പനികളെല്ലാം തന്നെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം മെമ്മറി സ്റ്റോക്കുകൾ, ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ അമേരിക്കയിൽ താഴെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം നമ്മൾ യൂറോപ്പിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ UK ഇൻഡെക്സ് ഒഴികെ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യയിൽ ഇന്നലെ ഹോങ്കോങ് ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യയും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, 2 കമ്മോഡിറ്റികളിലും നല്ല വൊളാറ്റിലിറ്റിയാണ്. ഇന്നലത്തെ മോർണിംഗ് പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താഴെയാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $4354 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $63.10 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം കോപ്പറിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളൊക്കെ സൂചിപ്പിക്കുന്നത് കോപ്പർ പ്രൈസിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. കാരണം ലോകത്തിലെ 3 ടോപ്പ് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ 70% കോപ്പർ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും ഡെലിവറി മാർക്ക് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയിലത്തെ ക്ലയൻസാണ് ഇത് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 2027 കോപ്പർ ഇമ്പോർട്ടിന്മേൽ 15% താരിഫ് ട്രംപ് ഡിക്ലെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ 2030 30% താരിഫ് ഡിക്ലെയർ ചെയ്തിരുന്നു. അതിനു മുമ്പ് കോപ്പർ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ട് അമേരിക്കയിലേക്ക് ഡെലിവറി എടുക്കാനുള്ള കോൺട്രാക്റ്റുകളാണ് ഈ 3 എക്സ്ചേഞ്ചുകളിലും. അപ്പോൾ 70% ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റുകളും ഡെലിവറി മാർക്ക് ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ ക്ലയൻസിനുള്ളതാണ്. നോർമലി നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ 6-7% ടോട്ടൽ കോപ്പർ കൺസംഷൻ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കോപ്പറിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യമാണ് ഈ റിലേറ്റഡ് രംഗത്തൊക്കെ. ഇത് തീർച്ചയായിട്ടും കോപ്പർ പ്രൈസിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പി ഇന്നലെ $US അഗൻസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 95.67 രൂപ പെർ ഡോളറിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നും മോർണിംഗിൽ $92 പെർ ബാരലിനാണ് ഇന്നും മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് റൈസ്, അതുപോലെ തന്നെ ഇറാൻ US ഇഷ്യൂ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ വീണ്ടും UAEക്ക് നേരെയൊക്കെ ആക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സംഘർഷം വീണ്ടും വഷളാവുന്നത് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂട്ടാനായിട്ട് ഇടയാക്കും. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്ന് മോർണിംഗിൽ ഗ്ലോബൽ മാർക്കറ്റുകളിലുള്ളത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള IPO മാർക്കറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇൻഡറാർക്ക് ബിൽഡിംഗ് സൊല്യൂഷൻസ് 128 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് 193.92 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. നൈബ് ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി 12.15 കോടി രൂപ ഡിഫൻസ് ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. മണിപ്പാൽ ഹെൽത്ത് എൻ്റർപ്രൈസസ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ കമ്പനിയാണ്. ബാംഗ്ലൂർ ഒരു വിമൻസ് ഹോസ്പിറ്റലിന് അക്വയർ ചെയ്തിട്ടുണ്ട്. റെയിൽ ടെൽ 166.8 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്യൂക്കോൺ ഇൻഫ്ര ടെക്നോളജീസ്, ഈ കമ്പനി കൂളിംഗ് സൊല്യൂഷൻസ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഈ കമ്പനി ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അലുമിനിയം സ്മെൽറ്റർ പ്ലാന്റിൽ നിന്ന് ഫോഴ്സ്ഡ് കൂളിംഗ് സിസ്റ്റംസ് സപ്ലൈ ചെയ്യാനും മെയിൻ്റനൻസിനുള്ളൊരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 1 രൂപയാണ് ഫേസ് വാല്യൂ, 3 രൂപ 31 പൈസയാണ് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത്. 32.49 കോടിയാണ്. ഇക്വിറ്റി ക്യാപിറ്റൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 38.08% ഡൂക്കോൺ ഇൻഫ്ര ടെക്നോളജീസ് കൂളിംഗ് സൊല്യൂഷൻ രംഗത്തുള്ളൊരു കമ്പനിയാണ്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ പ്രൈസ് കുറവായ കാരണം ഒരു ആക്ടിവിറ്റിയൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ
NSEയുടെ IPO സെപ്റ്റംബർ മിഡിലിൽ വരുന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാല്യുവേഷൻ റിലേറ്റഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ NSE പ്രൈസിങ് 2000-നും 2200 രൂപയ്ക്ക് ഇടയിലായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. NSEയുടെ എക്സ്പെക്റ്റഡ് വാല്യുവേഷൻ 5.26 ലക്ഷം കോടി രൂപയാണ്. തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ബെറ്ററാണ്. നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ചിക്കാഗോ മെർക്കന്റൈൽ എക്സ്ചേഞ്ചിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $96.3 ബില്യൺ ആണ്. CME ആണ് ഫസ്റ്റ്. സെക്കൻഡ് ഐസ് $86.6 ബില്യൺ ആണ്. തേർഡ് നിൽക്കുന്ന ഹോങ്കോങ് ആണ് $65 ബില്യൺ. ഫോർത്ത് നിൽക്കുന്ന ഡൊച്ചെ ബോഴ്സ് ജർമ്മനിയാണ് $59.9 ബില്യൺ. ഫിഫ്ത്ത് നിൽക്കുന്ന ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് $54.9 ബില്യൺ. ഇങ്ങനെ വരുമ്പോൾ NSE 6ാമത്തെ സ്ഥാനത്തേക്ക് വരും, $55 ബില്യൺ ആയിട്ട്. ഇപ്പോഴത്തെ പ്രൈസിങ് എക്സ്പെക്റ്റേഷൻ ശരിയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ NSEയുടെ IPO റിലേറ്റഡ് കൂടുതൽ ന്യൂസുകൾ വന്നേക്കാം. ഒരുപക്ഷെ ഗ്രേ മാർക്കറ്റിൽ NSE പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇനി മറ്റ് IPOs ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ലളിത ജ്വല്ലറി മാർട്ട് സെക്കൻഡ് ഡേ 3.25 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള സൺഷൈൻ പിക്ചേഴ്സ് ആദ്യ ദിവസം തന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷങ്കേഷ് ജുവല്ലേഴ്സ് ആദ്യത്തെ ദിവസം 0.36 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. സൺഷൈൻ പിക്ചേഴ്സ് 4.34 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് ആദ്യത്തെ ദിവസം. ഇന്ന് മെയിൻ ബോർഡിൽ ഓപ്പൺ ചെയ്യുന്ന നല്ലൊരു IPO ഉണ്ട്. ഗജ ആൾട്ടർനേറ്റീവ് AMC ആണ്. കാറ്റഗറി 1, കാറ്റഗറി 2 ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. എക്സലൻറ്റ് പെർഫോമൻസ് ആണ് ഇതുവരെ ഈ കമ്പനിയുടെ. 160 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. തീർച്ചയായിട്ടും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 5 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ആഫ്റ്റർ IPO 70.51 കോടി രൂപയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നത്. ആഫ്റ്റർ IPO ബുക്ക് വാല്യൂ വരുന്നത് 74.92 രൂപ പെർ ഷെയർ ആണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ് ഗജ ആൾട്ടർനേറ്റീവ് AMCനെ സംബന്ധിച്ച്. ചൈനയിൽ റീസെൻ്റായിട്ട് IPO നടത്തിയിരുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിക് കമ്പനിയുടെ സ്റ്റോക്ക് ഇന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂണിട്രി റോബോട്ടിക്സ് ലിമിറ്റഡ് ആണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ലിസ്റ്റിംഗ് പ്രൈസിൽ നിന്ന് 629% ഗെയിൻ കിട്ടിയിട്ടുള്ളത് യൂണിട്രിക്ക്. റോബോട്ട് ഡോഗുകളാണ് ഈ കമ്പനിയുടെ മേജറായിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് മറ്റ് റോബോട്ടിക് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമനോയിഡ് റോബോട്ട് റിലേറ്റഡ് ETF-കളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇന്ന് പൊതുവെ ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വീക്ക്നെസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇന്നലെ തന്നെ റിഫ്ലക്റ്റഡ് ആണ്. നമ്മുടെ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 24,000 ആണ്. ഫർദർ താഴെ പോകാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും ഗ്ലോബലി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളായി വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.